LDF-ലേക്ക് ക്ഷണിച്ചതിൽ ജോസ് കെ മാണിയെ തള്ളി കേരള കോൺഗ്രസ് ജോസഫ്. ജോസ് കെ മാണി പറഞ്ഞത് തമാശയാണെന്ന് അപ്പു ജോസഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തെക്കാൾ കേരള കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാനായി ഇത് ജോസ് കെ മാണിയെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകും. UDF-നുള്ളിൽ കല്ലുകടിയെന്നത് മാധ്യമ സൃഷ്ടിയെന്നും അപ്പു ജോസഫ് പറഞ്ഞു. ഇവിടെ അങ്ങനെയൊന്നും പോകേണ്ട ഒരു സാഹചര്യം UDF-ലില്ല. UDF-ൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഫലം കഴിഞ്ഞപ്പോൾ ഒരു വലിയ വിജയപ്രതീക്ഷയിലാണ് ഈ മുന്നണി നിൽക്കുന്നത്. ഇതിൽ തന്നെ PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന യഥാർത്ഥ കേരള കോൺഗ്രസ്, ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ്, ജോസ് കെ മാണി വിഭാഗത്തേക്കാൾ ഏതാണ്ട് 100ഓളം സീറ്റുകൾ കൂടുതൽ വിജയിച്ച് നിൽക്കുന്നു. നമ്മൾ 12 ജില്ലാ പഞ്ചായത്ത് നമ്മൾ ജയിച്ചപ്പോൾ അവർ 6 ജയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ചിലപ്പോൾ അവർക്ക് ഞങ്ങളും കൂടെ അങ്ങോട്ട് ചെന്നാലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുകയുള്ളൂ എന്നൊരു ഫീലിംഗ്, ഒരു പേടിയുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ജോസ് കെ മാണിയുടെ തറവാട്ടിലേക്കുള്ള ക്ഷണം തള്ളിക്കളയുകയാണ് അപ്പു ജോസഫ്, അല്ലേ? തീർച്ചയായും അത് ആ നിലയിൽ തന്നെയാണ് ജിൽസി. കാരണം UDF-നുള്ളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ ജോസഫ് വിഭാഗത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, അതിർത്തിയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജോസ് കെ മാണി LDF-ലേക്ക് ജോസഫ് വിഭാഗത്തിനെ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇന്ന് ജോസ് കെ മാണി നടത്തിയിരിക്കുന്നത് കുറച്ചുകൂടി വൈകാരികമായ ഒരു പ്രതികരണം കൂടിയാണ്. തങ്ങളുടെ രക്തമാണ് അവിടെയുള്ളത്, അവരെയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, തറവാട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്നത് എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. പക്ഷേ അതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജോസ് വിഭാഗത്തിന്റെ പ്രതികരണം നമുക്ക് കാണാൻ കഴിയും. ഇന്ന് അപ്പു ജോസഫ് പറഞ്ഞത് ജോസ് കെ മാണി ഒരു തമാശ പറയുകയായിരിക്കും എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തേക്കാൾ വലിയ മുന്നേറ്റം ഞങ്ങൾക്കുണ്ടാക്കാനായി ആ ശക്തി, ഞങ്ങളുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കൂടി എത്തിയാൽ മാത്രമേ LDF-ന് മുന്നേറ്റം ഉണ്ടാക്കാനാകൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ക്ഷണമായിരിക്കാം അത്. പക്ഷേ നിലവിൽ UDF-നുള്ളിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ആവർത്തിച്ച് പറയുക തന്നെയാണ് ജോസ് വിഭാഗം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെയും ചില പ്രശ്നങ്ങളുണ്ട്. 10 സീറ്റിൽ ഞങ്ങൾ തന്നെ മത്സരിക്കും എന്നും അപ്പു ജോസഫ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് 10 സീറ്റുകൾ ജോസ് വിഭാഗത്തിന് നൽകാനുള്ള സാധ്യതകളില്ല എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇടുക്കി, കോതമംഗലം അടക്കമുള്ള സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള ദ്രുതഗതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ആ മേഖലകളിലൊക്കെ തന്നെ, ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥികളായി സ്വയം രംഗത്ത് വരുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജോസ് വിഭാഗം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ആവർത്തിക്കുകയാണ്. ഉഭയകക്ഷി ചർച്ചകളിൽ ഈ വിഷയം വീണ്ടും മുന്നോട്ട് വയ്ക്കും. പക്ഷേ അപ്പോൾ UDF-നുള്ളിൽ ഈ അസ്വാരസ്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് വ്യക്തമാവുകയാണ്. പക്ഷേ അപ്പോഴും LDF-ലേക്കുള്ള ക്ഷണത്തെ ആ നിലയിൽ തന്നെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാനുള്ള നീക്കമാണ് ജോസ് വിഭാഗം നടത്തുന്നത്. ഒരു തരത്തിലും LDF-ലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ ജോസ് വിഭാഗത്തിന് മുന്നിലില്ല എന്ന് അപ്പു ജോസഫ് വ്യക്തമായി തന്നെയും പറയുന്നുണ്ട്. ജോസ് കെ മാണി ഒരു തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ജോസ് കെ മാണിയുടെ ക്ഷണത്തെ തള്ളുകയാണ്. ജോസ് കെ മാണിയുടെ പ്രതികരണത്തിലെ വൈകാരികതയെ അടക്കം നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് അപ്പു ജോസഫിന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിട്ടുള്ളത്.